എന്റെ പൊന്നോതാ ഇങ്ങോട്ട് നോക്കി എന്തുവായി വീഴുന്നേന്ന്. ഹലോ ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മള് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അതെ, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇടാത്തേന്ന്. ആക്ച്വലി പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമയമില്ല. ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നേരം വേണം. പിന്നെ എന്താണ്, അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാനും അതിന് ഞാൻ അപ്ലോഡ് ചെയ്യാനും ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്ന് അറിയാം നമ്മുടെ ലോങ് വീഡിയോസ് കാണാൻ. കാരണം പലരും കമന്റ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പരമാവധി ശ്രമിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ലോങ് വീഡിയോ ഇടാൻ ചെയ്യാനായിട്ട്. വിന്റർ ക്രിസ്മസ് ഒക്കെ നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട സമയങ്ങളാണല്ലോ. അപ്പൊ നമ്മള് സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയി പോകും പല സമയത്തും അല്ലെ. നമ്മള് സമയം കണ്ടെത്തും, അതിന് വേണ്ടിട്ട് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. നല്ല നല്ല മെമ്മറീസ് ആണ് നമ്മുടെ വിന്റർ ടൈമും ക്രിസ്മസ് ടൈമും ഒക്കെ. അപ്പൊ അതെന്തായാലും നമുക്ക് ഷൂട്ട് ഇടുകയും ചെയ്യണമല്ലോ. നിങ്ങൾക്കും കാണാൻ ഇഷ്ടമാണെന്ന് അറിയാം, ഞങ്ങൾക്കും കാണാൻ ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏവക്കുട്ടൻ ഇന്നലെയൊക്കെ വീട്ടിൽ ഇരുന്ന് കാണുമായിരുന്നു. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളിപ്പോ വന്നിട്ടുള്ളത് അന്നേ ഫാമിലി ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാനായിട്ട് കാട്ടിൽ പോകാൻ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ വർഷവും നമ്മൾ അവരുമായിട്ട് പോകാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പോകാൻ പോവാണ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പൊ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതാ കണ്ടില്ലേ, നോർത്ത് ഇന്ത്യൻ പൊറോട്ടയാണേ. നോർത്ത് ഇന്ത്യൻ പൊറോട്ട. അതെ, നമ്മുടെ നാട്ടിലെ പൊറോട്ടയും നോർത്ത് ഇന്ത്യൻ പൊറോട്ടയും തമ്മിൽ വേറെ വേറെയാ. അതെ, നമ്മുടെ നാട്ടിലെ പൊറോട്ട മൈദ വെച്ച് ചുറ്റി ഉണ്ടാക്കുന്ന സാധാ പൊറോട്ട. ഇവർക്ക് ഇത് നോർത്ത് ഇന്ത്യക്കാർക്ക് ഇതാ പൊറോട്ട. ഇത് നല്ല ടേസ്റ്റ്. ഇങ്ങനെ നമ്മുടെ തൈരുമായിട്ട്, മധുരമുള്ള തൈരുമായിട്ട് പിന്നെ അച്ചാറും ഒക്കെ ആയിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ആണ്. പണ്ട് നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ പൊറോട്ട ഒക്കെ തിന്നുമായിരുന്നു. അതെ, അപ്പൊ അവര് മെയിൻ ആയിട്ടുള്ള അച്ചാറാണ് കൂടുതൽ. ഇങ്ങനെ മുളക് അച്ചാർ അല്ലെങ്കിൽ വേറെ മാങ്ങ അച്ചാറുണ്ട്. ഇങ്ങനെ ഭാബി തന്നു വിട്ട അച്ചാർ ഇൻഡോറിൽ പോയപ്പോ ഇങ്ങനെ ഉണക്കിയിട്ടല്ലേ അത് അച്ചാർ. അതെ, ആ അച്ചാർ അവർക്ക് ഒരു 3 ചപ്പാത്തിയും അതേലെ ഒരു ഇച്ചിരി അച്ചാർ മതി, വെറുതെ ഇങ്ങനെ തൊട്ട് നിൽക്കാൻ വേണ്ടിട്ട്. ഭയങ്കര മണമാണ് അതിന്. കുറച്ച് സവാളയും അതാണ് അവരുടെ മെയിൻ ആയിട്ട് ഇങ്ങനെ തിന്നുന്നത് അവര്. അതെ, കുക്കുംബർ സലാഡും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ പൊറോട്ടയ്ക്ക് ബീഫ് കറി തന്നെ വേണം. പിന്നെ സാമ്പാർ ഒഴിച്ചും നല്ലയാ. അങ്ങനെയൊക്കെ കഴിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാന്ന് വരും. പിന്നെ ചായയാണെന്നുണ്ടെങ്കിൽ പാല് തിളച്ചിട്ട് പിന്നെ നിർത്തി വെച്ച് ഇതിട്ട് ആയിട്ട് നമുക്ക് സാധാ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കണം. അതാക്കണം. ഇതാകുമ്പോ ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആയതാവും. നല്ല ടേസ്റ്റാ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി. ഏവക്കുട്ടന് ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ കടിച്ച് തിന്നു വിട്ടിരുന്നു. ഞങ്ങള് ഉണ്ടാക്കി ചൂടോടെ തന്നെ ഏവോളം അവിടെ ഇരുന്ന് ഒരെണ്ണം എടുത്ത് കടിച്ചു തിന്നു. എന്താ പോലെ ലെയർ ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആണ്, നല്ല. ഇതാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട. അങ്ങനെയാണത് പരത്തുന്നത്. അതിങ്ങനെ ആദ്യം റൗണ്ടിൽ പരത്തും. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിനകത്ത് ഇങ്ങനെ എണ്ണ തേക്കും. എന്നിട്ട് പിന്നെ മടക്കും. പിന്നെ ഇച്ചിരി എണ്ണ തേച്ചിട്ട് മടക്കുമ്പോഴത്തേക്ക് ത്രികോണം പോലെ ആവും. പിന്നെ അത് പരത്തി എടുക്കുമ്പോൾ ചട്ടി പോലെ ആയതാണ്. അങ്ങനെയാണ്. ചട്ടിക്കെന്താ കുഴപ്പം, എല്ലാരും ഉപയോഗിക്കുന്ന സാധനമല്ലേ. പുച്ഛിക്കുന്നു. അതെ, അതെ. ഹേവക്കുട്ടൻ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ മധുരമുള്ള തൈര്. പിന്നെ കോഫി. ഏവക്കുട്ടന് പാലെടുത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇന്നലത്തെ പയറ്. അതെ, എനിക്ക് എന്തെങ്കിലും കറി വേണം. അതെ. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഉച്ചയൊക്കെ ആവുമ്പോ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ മുറിക്കാനായിട്ട് നമ്മള് കാട്ടില് പോവാണ് അന്നയുടെ ഒക്കെ കൂടെ. അപ്പൊ എല്ലാ വർഷവും നമ്മളൊരു മരം അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോ സ്നോ ഒന്നുമില്ല. ഇപ്രാവശ്യം പോകുമ്പോ സ്നോ കാണും. ഫുൾ സ്നോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം എത്രാം തീയതിയാണ് നമ്മള് പോയത്? ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല. അതെ, ആദ്യം അത് നവംബറിൽ എങ്ങാണ്ട് സ്നോ വീണിട്ട് പിന്നെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാ നമ്മള് പോയത്. നവംബറിൽ പോയി. ആ സമയത്ത് സ്നോ ഒന്നും ഇല്ലായിരുന്നു. നമ്മള് മരമൊക്കെ മുറിച്ചോണ്ട് വീട്ടിൽ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നോ വീണത്. അപ്പൊ നമ്മള് പറയുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം സ്നോ ഒന്നും വീഴുന്നില്ല എന്നൊക്കെ. ഇപ്പൊ എന്തായാലും സ്നോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോയിട്ട് എല്ലാം മുറിച്ചോണ്ട് വരാം. അതെ, പിന്നെ മുറിച്ചോണ്ട് വരും മാത്രമല്ല ഇതെല്ലാം ഒരുക്കണം, റെഡിയാക്കണം. അപ്പൊ ഫ്രീ ആയിട്ടുള്ള സമയത്തല്ലേ നമുക്ക് എല്ലാം ചെയ്യാനൊക്കത്തില്ല. എല്ലാരും വെളിയിലാണെങ്കിൽ നല്ല തണുപ്പുമാണ് ഇപ്പൊ. അപ്പം നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വേണം പോവാന്. കാരണം അവിടെ ശരിക്കും സ്നോ വീണ കിടപ്പുണ്ടായിരിക്കും കാട്ടിലൊക്കെ. ആരും ക്ലീൻ ഒന്നും ചെയ്യത്തില്ലല്ലോ. കാട്ടിനകത്ത് ആരും ക്ലീൻ ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടേ. നമ്മൾ അവിടെ ആയിരുന്നപ്പോഴത്തേക്കൊക്കെ എളുപ്പം ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാം, സമയം എടുക്കത്തില്ല. ഈ നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് മതിയെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഇവർക്ക് ഇത് തന്നെയാണ്. രാവിലെ വൈകുന്നേരം വരെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ചപ്പാത്തി വരത്ത് തന്നെ. അവിടെ എപ്പോ നോക്കി കഴിഞ്ഞാലും അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത് കുഴച്ചോണ്ടിരിക്കും.
അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതായത് കാരണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഇവരിങ്ങനെ വെളിയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇവർക്ക് വെളിയിൽ അടുപ്പൊക്കെ ഉണ്ട്. അല്ല എപ്പ നോക്കിക്കഴിഞ്ഞാൽ ആരെ നോക്കും? അതല്ല, ഇവര് നിങ്ങൾ കണ്ടിട്ടില്ലേ വെളിയിൽ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്നേ? അതെ, എനിക്കത് ചൂടോടെ ചുട്ട് ചുട്ടിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. നമ്മളെ പോലെ ചുട്ട് വെച്ചിട്ടല്ല കഴിക്കുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത്, പരത്തെ പരത്തി ചുടും. എന്നിട്ട് ആണുങ്ങൾ ഇങ്ങനെ ചൂടോടെ കഴിച്ചോണ്ടിരിക്കും. ആണുങ്ങളും മക്കളും അവിടെ നിന്ന് കഴിക്കും. അങ്ങനെയാണ്. എന്താ അല്ലേ, ഒരാൾ ആസ്വദിച്ചൊക്കെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ദേ സമയം 12 മണി ആവാൻ പോകുന്നു. നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടു. ഇപ്പൊ കാട്ടില് പോകാൻ പോവാണ്. അന്നയുടെ വീട്ടിൽ ചെല്ലു വന്നിട്ട് അവിടെ നമ്മൾ കാട്ടിൽ പോയിട്ട് ക്രിസ്മസ് ട്രീ വീടിന്റെ അവിടെ തന്നെ മുറിക്കുന്നത്. അതെ, നല്ല രീതിയിൽ ഡ്രസ് ഇടാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നല്ല വിന്റേയും കൂടെ ആണ്. നമുക്ക് പെട്ടെന്ന് തണുപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഡ്രസ്സ് തന്നെ ഇട്ടേനെ. കാരണം എനിക്ക് ചെറിയൊരു ത്രോട്ട് പെയിനും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വെറുതെ എന്താണ് വാമായിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പൊ നമ്മള് എല്ലാ സമയത്തും ഞങ്ങൾ ഇത് ഇടാറില്ല. ഇത്രയ്ക്കും കട്ടിയുള്ള ഞാൻ ഇടാറില്ല. പക്ഷെ ഇപ്പം ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളു. പിന്നെ ഷാരി എപ്പോഴും ഇടുന്ന നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. എന്റെ ആ പഴയ ജാക്കറ്റ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ ഞാൻ ഉപേക്ഷിക്കാത്തത്? ഇത് കണ്ടോ, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊന്നും ഇട്ടില്ല. ഈ ഒരു സ്വെറ്ററും പിന്നെ ഇത് മാത്രമാണ് ഞാൻ ഇവിടെ മുകളിൽ ഇടുന്നത്. അടിയിൽ ഞാൻ പാൻസ് 4 ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഇതാണെന്നുണ്ടെങ്കിൽ 2 ഉള്ളൂ. ഭയങ്കര വാമായിക്കൊണ്ടിരിക്കും. പോയാലോ? യെസ്, ബാ, നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഏവക്കുട്ടൻ നീ റെഡിയായി നിൽക്കുകയാണ്. അന്നെ അടുത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മള് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാ, അങ്ങനെ ദേ നമ്മൾ അന്നയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഒത്തിരി നാളിന് ശേഷം വന്നോണ്ടാന്ന് തോന്നേ. വിന്ററിലായപ്പോ നമ്മൾ ഇപ്പഴല്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടു കേട്ടോ. അവരുടെ നാച്ചുറൽ ട്രീ, അത് ഇടേണ്ട കാര്യമില്ല. അതിൽ ലൈറ്റ് ഇട്ടിട്ടേ ഉള്ളൂ. അതിനിങ്ങനെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ട്രീ ആണ്, അത് വളർത്തുന്ന ട്രീ ആണ്. എന്തൊരു ഭംഗിയാണല്ലേ ഇവിടെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അല്ല, ഇവിടെ നമുക്ക് പ്രത്യേക ഒരു ഭംഗി തോന്നുന്നു. പോലെയുണ്ടെന്നല്ല, ശരിക്കും ഒരു ഹെവൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് ഇനി അകത്തേക്കൊന്നും കയറാൻ നിൽക്കുന്നില്ല. കാരണം ഇത്രയധികം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതല്ലേ. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഇടുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് കാട്ടിൽ പോയി ക്രിസ്മസ് ട്രീ കട്ട് ചെയ്തിട്ട് വരാം. ഇതാ കാണുന്നത് അവർ കൃഷി ചെയ്യുന്ന പാടമാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഫുള്ള് കാട് തന്നെയാണ് കേട്ടോ ചുറ്റും. നമ്മൾ സമ്മറിലൊക്കെ ബ്ലൂബെറി പിക്ക് ചെയ്യാൻ വരുന്നത് ഇതാ ഈ കാട്ടിലാണ് കേട്ടോ. ഇവിടെ എങ്ങും വേറെ വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല, കണ്ടില്ലേ? ഫുൾ ഇങ്ങനെ അങ്ങ് കാടാണ്. സമ്മറിൽ നമുക്ക് ഇത്രയും നല്ലതായിട്ട് ഡ്രോൺ ഷോട്ട് ചിലപ്പോൾ ഈ കാടിന് കിട്ടത്തില്ലായിരിക്കും കേട്ടോ. കാരണം വേറെയും മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്കിങ്ങനെ താഴത്തെ ആ ഒരു കാഴ്ച കാണത്തില്ല. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വിന്റർ ആയതുകൊണ്ട് തന്നെ മറ്റു മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ ഇലയെല്ലാം പൊഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കാടിന് ഉൾഭാഗം കുറച്ച് നല്ലതായിട്ട് കാണാൻ പറ്റും. കാരണം സ്നോ വീണിങ്ങനെ കിടക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ഭാഗത്ത് മരങ്ങളൊക്കെ അവർ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് മരങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതാ തിങ്ങി ഇങ്ങനെ മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ മരം വെട്ടാൻ പോകുന്നതെന്നുള്ളൊരു ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോൺ പറത്തിയത്. പക്ഷെ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡ്രോൺ ഷോട്ടൊന്നും അത്ര സ്റ്റേബിൾ ഒന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതാ കാടിനുള്ളിൽ ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. അത് ഫ്രോസൺ ആയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല, നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഈ സ്നോയിലൂടെ അങ്ങോട്ടൊക്കെ പോകാന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങ് ദൂരെ വരെ കാടും പിന്നെ അത് കഴിഞ്ഞാൽ കടലുമാണ്. കണ്ടില്ലേ, കടലും ഒക്കെ പതിയെ തണുത്തുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനപ്പുറം സ്വീഡനാണ്. അങ്ങ് ദൂരെ കാണുന്ന കണ്ടോ, അതൊരു ചെറിയ ഐലൻഡ് ആണ്. നമ്മൾ കഴിഞ്ഞ വിന്ററിൽ കടലിന് മുകളിലൂടെ ഏവക്കുട്ടിയായിട്ട് നടന്നിട്ടില്ലായിരുന്നു, അത് ഇവിടെയായിരുന്നു കേട്ടോ. കുറച്ചു നാളൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് ഫ്രോസൺ ആയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പൊ ഈ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ ഇടാം. ഇനിയിപ്പോ എന്തായാലും നമുക്ക് അന്നയുടെ വീട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞ് ഇതുണ്ട്, പക്ഷെ ഒരുപാട് ബ്രാഞ്ചസ് ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ട്രീകൾ കുറച്ചിങ്ങനെ. നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. സൂര്യനുണ്ട്. ഏവക്കുട്ടൻ ഇവിടെ എല്ലാം ഓടി കളിക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്, അന്നയുമായിട്ട് കളിക്കാനായിട്ട്. തരവേ. അപ്പൊ അതെ, അന്ന ഇറങ്ങി വന്നിട്ടുണ്ട്. ഏവക്കുട്ട അന്നയായിട്ട് സ്നോയിൽ കിടന്ന് മെതിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്നോ വീണ്. തലവൻ പാലിയുണ്ട്.
അപ്പൊ എന്താ അന്നയുടെ പേരൻസും എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇനി കാട്ടിലേക്ക് പോകാൻ പോവാണ്. എല്ലാരും നല്ല രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. കാറ്റടിക്കുമ്പോൾ നല്ലതായിട്ട് തണുക്കാൻ തുടങ്ങും. ഏവക്കുട്ടൻ അവിടെ പുതിയ ജാക്കറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ പഴയ ജാക്കറ്റാണ് ഇട്ടത്. കാരണം എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ തണുക്കാറില്ല. പിന്നെ നമ്മളിപ്പോ കാട്ടിലോട്ടാണല്ലോ പോകുന്നത്. അതിട്ടുകൊണ്ട് വേറെ ഫംഗ്ഷൻ ഒന്നും പോവല്ലോ. അപ്പൊ എന്നെ ഏവയും കൂടെ ഭയങ്കര കളിയാണ് സ്നോയിലല്ലേ? അതെ, നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. റോഡിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറയെ മരങ്ങളാണ്. മരത്തിലെല്ലാം ഇഷ്ടം പോലെ സ്നോ ഉണ്ട്. ഇപ്പൊ വിൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. പക്ഷെ ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വിൻഡാന്ന് തോന്നുന്നു. ഇവരെ വേണമെങ്കിൽ രണ്ടുപേരും ഭയങ്കര കളിയാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. നമ്മളത് അങ്ങോട്ട് എവിടെയാ കണ്ടുവച്ചേക്കുന്നത്, അങ്ങോട്ട് പോവാണ്. അങ്ങനത്തെ പറ്റിയ ഒരു മരം കണ്ടുപിടിച്ചിട്ട് അന്നെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അതിലെ സ്നോ ഒക്കെ മാറ്റിയിട്ട് നമ്മളോട് ചോദിച്ചു ഇത് മതിയോന്ന്. അപ്പം നമുക്ക് അത് ഇഷ്ടപ്പെട്ടു. നിറയെ ബ്രാഞ്ചസ് ഉള്ള നല്ലൊരു മരം ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ മുറിച്ചെടുക്കാന്ന് വെച്ചു. ലിങ്കോൺ ബെറീസ് ഇതേണ്ടേ, ഇവിടെ ബെറീസ് എല്ലാം ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുന്നുണ്ടോ? വാവ്, അന്നെ എൻജോയ് ചെയ്യുവാണ്. സ്നോ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ അല്ലെങ്കിലും സ്നോ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇഷ്ടമാണ്. ഓക്കെ, എവിടെ അത് ബ്ലൂബെറി ആണോ? ബ്ലൂബെറി ഉണ്ട്, ലിങ്കോൺ ബെറി ഉണ്ട്. ഇവിടെ ഇത് അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ മരം മുറിക്കാൻ പോവാണ്. മരമാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ചെറുതാണ്, പക്ഷെ നല്ല ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് അതിന്. കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്നോ എല്ലാം കൂടെ വീണ് കിടന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. വിനോദെല്ലാം കുടഞ്ഞു കളഞ്ഞു. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞിൽ മാറി ഇങ്ങനെ കിടക്കുകയാണ്. ഇതാ സ്നോയിൽ ഇങ്ങനെ റെഡ് കളറിൽ ലിങ്കോൺ ബെറീസ് കിടക്കുന്നതാണ്. നല്ല ഭംഗിയില്ലേ? വിന്റർ ആകുമ്പോഴത്തേക്ക് ബ്ലൂബെറീസിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോകും. പക്ഷെ ലിങ്കോൺ ബെറീസിന് അതിന്റെ ഇലകളെല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഇഷ്ടം പോലെയാണുള്ളത്. വിനോദ് അതിന്റെ മുകളിൽ നിന്നെല്ലാം സ്നോ മാറ്റിയിട്ട് കുറേയൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട്. എല്ലാം ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അന്ന റെസ്റ്റ് എടുക്കുന്നുണ്ടോ? പുള്ളിക്കാരി അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളോടും പറയുന്നുണ്ട് എല്ലാരും വന്ന് ട്രൈ ചെയ്ത് നോക്ക്, സ്നോയിൽ കിടക്കാൻ പ്രത്യേക സുഖമാണെന്നാ പറയുന്നത്. ഏവേ അന്നയാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, സ്നോയ്ക്കകത്ത് കിടന്ന് മെതിയുവാണതോ. അന്ന അവിടെ ഇരിക്കുന്നു, ഏവക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബെറീസ് ആണ്. ഇതിന്റെ അടിയിലെല്ലാം നിറയെ ബെറീസ് ഉണ്ട്. ലിങ്കോൺ ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടോ. നല്ല മധുരമുണ്ട്. പക്ഷെ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് എല്ലാരും കളിക്കാണ് സ്നോയില് കളിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ. അതെ, കണ്ടോ കഴിച്ചു കാണിച്ചേ. അപ്പൊ വിനോദാണെ പറിച്ച് ബെറീസ് എല്ലാം കഴിച്ചു നോക്കുവാണേ. പുറകിലോട്ട് നോക്കിയേ, അന്നമോള് ഏവയും കൂടെ കിടന്ന് കാണിക്കുന്നുണ്ടോ സ്നോയില്. കുത്തി മറിയലാണ് രണ്ടുപേരും കൂടെ. ഇത് കണ്ടോണ്ട് അന്നയുടെ അമ്മ ചോദിക്കായിരുന്നു അന്നയ്ക്ക് വിന്റർ ഇഷ്ടമാണോന്നേ. അപ്പൊ കാണുമ്പോ തന്നെ അറിയാലോ അന്നയ്ക്ക് വിന്റർ എന്തോരം ഇഷ്ടമാണെന്നുള്ളത്. അന്നയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് വിന്റർ. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ വിന്റർ എൻജോയ് ചെയ്യാറുണ്ട്. വിന്റർ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാ സീസണും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. വിന്ററിന് പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട് എപ്പോഴും. വെയിലടിക്കുന്നുണ്ടോ? കാറ്റടിക്കുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയാണോ, വെരി ബ്യൂട്ടിഫുൾ. സ്വർഗം പോലെ തോന്നുന്നു. നല്ല രീതിയിൽ സൺലൈറ്റ് ഉണ്ട് കണ്ടോ. അവിടെ സ്നോ വീഴുന്ന പോലെ തന്നെ നല്ല രസമുണ്ടല്ലേ. പിന്നെ സൺലൈറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഡ്രോൺ പറഞ്ഞിരുന്ന അടിപൊളിയായിരുന്നു. ആ മരം കുലുങ്ങുന്നുണ്ട്. ഈ മരം ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. ഇപ്പൊ കാറ്റടിച്ചതെല്ലാം വീഴും. എന്തൊരു ഭംഗിയാ നോക്കി, ഇങ്ങോട്ട് നോക്കി. കാട് മുഴുവൻ സ്നോ ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ്. ലൈക് സ്നോയിങ്, പക്ഷെ സ്നോയിങ് അല്ല, ഇത് കാറ്റടിച്ച് മരത്തേന്ന് ഇങ്ങനെ എല്ലാം വീണോണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, കുറച്ചുകൂടെ കാറ്റ് വന്നിരുന്നത് നല്ല ഭംഗിയിൽ ഇതിലെല്ലാം ഇങ്ങനെ വീഴുന്നതൊക്കെ എടുക്കായിരുന്നു അല്ലേ. നമ്മള് കാട്ടിക്കൂടെയാണ് തിരിച്ചു പോകുന്നത്. ഒരു മരമാണ് മൂടോട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടോ. കാറ്റിലും മറിഞ്ഞു വീണയാന്ന് അവര് പറയുന്നത് കേട്ടോ. അയ്യോ, എന്നെ ഒന്ന് എടുത്തേ, ഞാൻ കേറാൻ പറ്റുന്നില്ല. സ്റ്റക്കായി പോയി ഇവിടെ. ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. ഇവിടുന്ന് കേറി അപ്പുറത്തോട്ട് ഇറങ്ങണം. രണ്ടുപേരെ സ്നോയല്ലേ, നല്ല പാടാണേ. അതെ, കണ്ടില്ലേ സ്നോയാ നോക്കി. ഫോട്ടോ എടുക്കണോ? കൊള്ളായിരുന്നോ?
കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് നോക്കാവോ? Every circle is 1 year. Okay. So this is maybe 100 year. Yeah, you can try to count. But like if there's a paksu, thick line, it's been a good summer. And if it's very thin, it's been cold. Yeah, it's been very cold summer. അപ്പം ദേ മറിഞ്ഞു വീണ മരം നമ്മളാണെങ്കിൽ മുറിച്ചെടുത്തിട്ട് ഇപ്പം വിനോദ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര വർഷം പഴക്കമുള്ള മരമാണ്. നല്ല ലോങ് ആണ് കേട്ടോ. അങ്ങ് വരെ വീണ് കിടപ്പുണ്ട് പോയിട്ട്. എന്തായാലും അവിടെ മരങ്ങൾ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ താഴോട്ട് അങ്ങ് വീണതാണ്. കണ്ടില്ലേ? 52. ഞങ്ങൾക്ക് മനസ്സിലായി അതാ ഈ ഒരു റിംഗ് ആണ് ഒരു വർഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ സമ്മർ വിന്റർ ആകുമ്പോഴത്തേക്ക് ഇതിന് പുതിയ തൊലി വരും, കോട്ടിങ് വരും. അതനുസരിച്ചാണ് ഇതിങ്ങനെ കണക്കാക്കുന്നത്. ഇത് കണക്കൂട്ടുന്നത്. ഇത് കണ്ടോ, ഈ റിംഗ് കണ്ടോ, ഇതാണ് നല്ല തിക്കായിട്ടുള്ള റിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല സമ്മർ ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ വളരെ തിന്നായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സമ്മർ ചെറുതായിരുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ 52 ഇയേഴ്സ് പഴക്കമുള്ള ഒരു മരമാണ് ഈ വീണ് കിടക്കുന്നത്. വീഴാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കുറെ ട്രീ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ വേര് അവിടുന്ന് കട്ടായി പോയിട്ട് പിന്നെ കാറ്റ്, അതെ, പിന്നെ അവിടുന്ന് ഇങ്ങനെ വിൻഡ് വന്ന സമയത്ത് ഈ മരം ഇങ്ങോട്ട് ഇങ്ങനെ വീഴുമായിരുന്നു ചെയ്തത്. അപ്പം ഇവർക്ക് ഒരുപാട് ട്രീ ഇനി ഇവിടുന്ന് കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എല്ലാം അടുത്തടുത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കുറേ ട്രീ ഇവർ ഇനി കട്ട് ചെയ്തിട്ട് സെല്ല് ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വുഡിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടും ഇരിക്കും. അവർക്ക് വേറെ വെക്കേണ്ട കാര്യമില്ല എല്ലാ വർഷവും. യെസ്. ആർ യു ഗോയിങ് ടു ടേക്ക് ദിസ്? Blueberry throws the leaves away. That time. But lingonberry, the leaves stay. Like here. This is lingonberry. Lingonberries, There are still leaves. Yeah. And this is blueberry. Blueberries, there is no leaves. Do you want to taste this? Yeah, sure, why not? ഇനി ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം ദേ നമ്മുടെ മരമാണിത്. മരം കൊണ്ട് നമ്മൾ പോവാണ് കാട്ടിക്കൂടെ. എല്ലാരും കൈ കിട്ടുന്ന എല്ലാം വാങ്ങി പറിച്ചു നോക്കുന്നു, തിന്നു നോക്കുന്നു. നീ കാത്താവാ? അതെ, ഉറങ്ങി പോകുന്ന രണ്ടുപേര്. It's the white flowers in the spring now. ഇനിയുണ്ടോ ബ്ലൂബെറി? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഒരെണ്ണം എനിക്കതാ. ഞാൻ പിച്ചി തരട്ടെ? നമ്മളെ സമ്മറിൽ ബ്ലൂബെറി വെച്ചില്ലെങ്കിലും വിന്ററിൽ വന്ന് ബ്ലൂബെറി വെച്ചെന്ന്. ബ്ലൂബെറി പിക്കിങ് ഇൻ വിന്റർ ടൈം. ഇത് ഫ്രോസണാ, ഫുള്ള് ഫ്രോസണാ. മരത്തിലുള്ള സ്നോ എല്ലാം കുലുക്കിയിടാൻ വന്നു അച്ഛനും മോളും കൂടെ. കുലുങ്ങുന്നില്ല, ചെറിയൊരു മരം കുലുക്കാം. ഏവക്കുട്ടനെ എന്നെ ചോട്ടി നിർത്തിയിട്ട് അയ്യോ എനിക്ക് വയ്യ, എന്റെ കാലല്ലേ എങ്ങോട്ടൊക്കെയാണോ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ വേറെ എന്തൊക്കെയോ ബെറികൾ നിപ്പുണ്ട്. ഇതാ കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ സ്നോയിന് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്തൊരു പീസ്ഫുൾ ആണ് കാട്ടില്. നല്ല രീതിയിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കാണ്. ബ്ലൂബെറിയുടെ ഒക്കെ മുകളിലായിട്ട് സ്നോ കണ്ടില്ലേ? അവര് നടന്നു പോയ ആ ഒരു പാത്ത് മാത്രമാണ്, അല്ലാതെ ഇവിടെ എങ്ങും ഒന്നുമില്ല. കണ്ടില്ലേ? ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല വേറെ ആരും. കുലുക്കി നോക്ക്. അന്ന അവിടെ പോയി? അന്ന അങ്ങ് പോയോ? അതിന്റെ അടിയിൽ കയറി വീട് പോലെ ആക്കിയിട്ടിരിക്കുവാണ് അന്ന. അച്ഛനും മോളോട് അത് കുലുക്കി സ്നോ എല്ലാം അന്നയുടെ മേത്തിട്ട് നോക്കാൻ പോവാണ്. അതാണ്ടോ, ടെൽറ്റയാണോ ഇത്? കണ്ടോ, അതിനകത്ത് കയറിയിരിക്കുകയാണ് അന്ന. ടെൽറ്റയ്ക്ക് അത് കയറുന്നോ? Yeah, so no problem. Tämä on aika hyvä kolla. Tämmönen maja. Anda. Wow. En mä osaa tässä. Osaatko sä tehdä kuperkeikaa? Osaatko sä tehdä kuperkeikaa? Eeva kuperkeikka നോക്കാനോ? ആ എന്ന് വെച്ചേ. Ensin Eeva, sitten äiti. Äiti, kenen äiti? Annan äiti. Näin. Joo, wow. Sitten Eeva. Hyvä Eeva. Hyvä. അങ്ങനെ ദേ കാട്ടിൽ വന്ന് കിടന്ന് എല്ലാരും തലകുത്തി മറിയലാണ്. സ്നോ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല മെത്ത പോലെയാണ്. അപ്പൊ ഇനി വിനോദാണ് അടുത്തത്.
സ്നോ വാരി എറിയാണ് അച്ഛനും മോളും കൂടെ, എന്നിട്ട് വാരി തിന്നുകയും ചെയ്യുന്നുണ്ട്. വായവാ അന്ന മലയാളം പറയണത് എല്ലാരും പറയുമായിരുന്നു. അപ്പൊ അന്ന അവര് തമ്മിൽ ഫിനിഷ് സംസാരിക്കട്ടെ നമ്മള്. അതെ എന്താണ് ഏതൊക്കെ ഫിനിഷ് അറിയാം? അതെ എന്നൊക്കെ അറിയാം. അവര് തന്നെ പഠിച്ചു പറയുന്ന ചെറിയ വാക്കുകളൊക്കെ ഉണ്ട്. വായവാ അതെ രണ്ടുപേരോടൊക്കെ എന്തുവാണോ ചെയ്യുന്നത് കണ്ടില്ലേ. ഉള്ള സ്നോ മുഴുവൻ നശിപ്പിച്ചോണ്ടാ വരുന്നത്. വാവ് ദേ അങ്ങോട്ട് നോക്കി, നല്ല രസമുണ്ടേ. സൂര്യൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാറ്റും കൂടെ ഉള്ളതുകൊണ്ടേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുന്ന് ഒരു മരം കട്ട് ചെയ്തയാന്ന് തോന്നുന്നു. എത്ര വർഷം? 4 എണ്ണി നോക്ക്, അപ്പൊ അറിയാലോ എത്ര വർഷമാണ്. ആ ട്രീയിലാണ് നിറയെ സ്നോ ഇരിക്കായിരുന്നു. അപ്പൊ അന്നയാണെന്നുണ്ടെ അവിടെ പോയിട്ട് ഉണ്ടോ ഒരു വടി വെച്ച് ഇങ്ങനെ അടിച്ചിടുവാണ്. ചെറിയ മരം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുലുക്കി കഴിയുമ്പോ ഇങ്ങനെ ഈ മരം അങ്ങോട്ടാക്കി കുലുക്ക്. എന്തോ അതെ ആ മരത്തിൽ നിന്ന് ഇങ്ങനെ കുലുക്കാൻ പറ്റും. ഇതിലേക്കാണ് ഞാൻ ഇപ്പൊ നമ്മളിനി പോകാൻ പോകുന്നത്. ഈ മരം ഞാനൊന്ന് കുലുക്കട്ടെ. ഏവക്കുട്ടനും ചെയ്യുന്നതാണ്ട്. ഇവിടെ ഒരു ചെറിയ നദി ഇങ്ങനെ ഒഴുകുമായിരുന്നേ, കനാലായിരുന്നേ. അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട്, മുകളിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കണ്ടോ ചെറിയൊരു പാലമൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന നമ്മൾ സമ്മറിൽ വന്നില്ലേ ബ്ലൂബെറി പിക്കിങ്ങിന് വന്നപ്പോ ഇതിലേക്ക് തന്നെയായിരുന്നു വന്നത്. അപ്പൊ അതെ അവിടെ അവരുടെ വീട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വന്ന വഴിയാണിതാ ഇത് കണ്ടോ, അതിലേ കൂടെയാണ് നമ്മൾ കയറി വന്നത്. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീയും കൊണ്ട് നമ്മൾ തിരിച്ച് കാട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. തെന്നുന്നുണ്ടല്ലേ. ഇവിടെ ഒരു സ്ലോപ്പാണ് താഴോട്ട്. അയ്യോ ഇറങ്ങാൻ നല്ല പാടുണ്ട് എനിക്ക്. അവരെല്ലാവരും അപ്പുറത്ത് ചെന്ന്, ഞാൻ എന്താ പണ്ടാണ് ഇതുപോലെ പാലത്തിലൊക്കെ കയറിയിട്ടുള്ളത്. തടിപ്പാലം ഇത് അന്ന ഇട്ടയാണ്, അന്ന തന്നെ മുറിച്ച് അന്ന തന്നെ ഇട്ട പാലമാണ്. കണ്ടില്ലേ, അന്നയുടെ പാലം മാത്രമേ താങ്ങത്തുള്ളെന്നാ തോന്നുന്നത്. ഞാൻ പതിയെയാണ് പോകുന്നത്. ഇവിടെ ഉണ്ട് വെള്ളമുണ്ട് കണ്ടില്ലേ, ചെറുതായിട്ട് വെള്ളമുണ്ട് അതിൻ്റെ അടിയിൽ. അന്നെ സ്നോയ്ക്കകത്തിട്ട് മൂടുവാ. അന്നയ്ക്ക് തെറാപ്പിയായത്, നേച്ചർ തെറാപ്പി. ഇതുണ്ടോ കുഞ്ഞു മരങ്ങളൊക്കെ, ബിർച്ചിന്റെ മരമാണ് ഇത്. എന്തൊരു രസം നോക്കിയത്. ഇതുണ്ടോ കുന്നുപോലെ ഇങ്ങനെ, ഇതെല്ലാം ബ്ലൂബെറിയുടെ പ്ലാന്റ്സ് ആണ് ഇതിന്റെ അടിയിലെല്ലാം ഉള്ളത്. ഇവിടെ ഒരു വുഡേ കയറ്റി നിർത്തിയിട്ട് ഏവക്കൂട്ടന്റെ മേത്ത് എല്ലാരും സ്നോ എറിയുവാണേ. എറിയുന്നതിന് മുന്നേ അങ്ങ് ആക്ഷനൊക്കെ വരും. ഇവിടെ ചെറിയ ട്രീ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ തോന്നുമെങ്കിലും ഇതധികം വലുതാകത്തൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ബുഷ് പോലെ നിൽക്കുന്നതാണ്. ഇതിന് കത്തായ എന്നാണ് പേര് പറയുന്നത്. ഇത് വളരെ പതുക്കെയാണ് വളരുന്നത്. മാത്രമല്ല ഇതിൽ ബെറീസും ഉണ്ടാവാറുണ്ട്. യൂറോപ്പിലും ഉത്തര അമേരിക്കയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും ഒക്കെ ഇതിങ്ങനെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളൊക്കെ സൂചി പോലെയാണ്. പിന്നെ ബെറീസിനൊരു ചെറിയ നീല നിറമാണ്. പിന്നെ ഈ ചെടിക്ക് നല്ലൊരു മണവുമുണ്ട്. ഇതിന്റെ ബെറീസിനാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ടും ചുമയ്ക്കും പിന്നെ അതുപോലെ തന്നെ ഡയൂററ്റിക് ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. യൂറോപ്യൻസ് ഒക്കെ ഭക്ഷണത്തിൽ മസാലയായിട്ടും അതുപോലെ തന്നെ ജിൻ എന്ന മദ്യത്തിലെ പ്രധാന സുഗന്ധദ്രവ്യമാണിത്. മാത്രമല്ല തണുത്ത പ്രദേശങ്ങളിലെ ഗാർഡനിലൊക്കെ ഇതൊരു ബോൺസായി ട്രീ ആയി ഉപയോഗിക്കുന്നുണ്ട്. അന്നയോട് പോയി അന്നെ കാണുന്നില്ല, ഒന്ന് പോയി തൊട്ട് കാണിച്ച്. കാണുന്നില്ല. അന്നെ നോക്കി പോവാണേ ഒരാള്. കാട്ടിലൂടെ നടന്ന് അന്നയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടയേർഡായെന്നാണ് പറയുന്നത്. അങ്ങനത്തെ സ്നോയിൽ മാറി കിടക്കുവാണ്. അപ്പൊ എല്ലാരും കൂടെ അന്നയുടെ മേത്തോട്ട് സ്നോ വാരി എറിയാണ്. മരത്തിനൊക്കെ വീഴുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. എന്തൊരു വലിയ കാടാന്ന് നോക്കിയാ, അങ്ങോട്ട് അങ്ങ് കാടാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂബെറി പിക്ക് ചെയ്യാൻ പോയത് അവിടുന്ന് ആ ഭാഗത്ത് നോക്കിയായിരുന്നു. നമ്മുടെ ട്രീ എത്ര വർഷം പഴക്കമുള്ളതാണ്. ഇവിടെ ഇത് കണ്ടോ, ഇത് വെച്ച് No, I don't have. But you know,
Its lines are very close. So when I count it, It has grown so slowly. Yeah. That's why. Yeah, very close. But Yeah. that kind of wood, which is like thick, terrain, is good for building. Building houses, yeah. they are super strong. Yeah. Very strong. അതുകൊണ്ട് ഇപ്പൊ എന്റെ പൊന്നോതാ ഇങ്ങോട്ട് നോക്കി എന്തുവായി വീഴുന്നേന്ന്. ഒരു കാറ്റിങ്ങോട്ട് വീശിയിട്ട് സ്നോ എല്ലാം കൂടെ മരത്തേന്ന് താഴെ വീഴുവാണേ. നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാന്. നമ്മളിനി നമ്മൾ അകത്ത് പോവാണേ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ തണുക്കാൻ തുടങ്ങി. ട്രീ എടുത്തോ. ഇനി നമ്മൾ അകത്ത് പോവാണ്. പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചൂടായിട്ട് കുടിക്കാം. എല്ലാവർക്കും തണുക്കുന്നെന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് തണുക്കുന്നില്ലല്ലേ. അവരാണെങ്കിൽ ജസ്റ്റ് വീട് അടുത്തായതുകൊണ്ട് അധികം ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. അപ്പം എല്ലാരും അകത്ത് പോവാണ്. കുരങ്ങും കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് കാണിക്കുന്നു രണ്ടും കൂടെ. അതെ, ഡ്രാമാക്യൂൺസ് ആണ്. ചെറിയ മരം നിൽക്കുന്നുണ്ട്, ക്രിസ്മസ് ട്രീ കണ്ടില്ലേ? എന്തൊരു ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിയേ. നിറയെ സ്നോ ആണ് ഇതിലിങ്ങനെ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല പൊക്കത്തിൽ, അതായത് എന്റെ പൊക്കത്തിൽ വരെ സ്നോ വീണ് കിടക്കാണ് നോക്കി. എന്തോരം സ്നോ ആണെന്ന് നോക്കിയാൽ ഇതിലിരിക്കുന്നത്. അടിപൊളിയാണ്. ശരിക്കും ക്രിസ്മസ് വന്നപ്പോൾ വരുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേ? അതെ, ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്നോ ഉണ്ടെന്ന് ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസ് വൈബാണ്, ഫുൾ വൈബ്. നല്ല വൈബാണ്, നല്ല ഭംഗിയാണ്. അത് കുലുക്കി ഇങ്ങനെ നശിപ്പിക്കാൻ തോന്നാറില്ല. എന്നാലും നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുലുക്കി കളയത്. തിന്നുവാണോ? തിന്നാ സൂപ്പറാ. നല്ല രസമുണ്ടേ. അതെ, അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നശിപ്പിച്ച് കളയാൻ തോന്നത്തില്ല. അതെ, നോക്കി എന്തൊരു ഭംഗിയാണ്. എന്തൊരു പഞ്ഞി പോലെയാണെന്നറിയോ. ഇവിടെ എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതേ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ മുറിച്ചേക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഞാനൊന്ന് പൊക്കി നോക്കട്ടെ. ഓക്കെ, നോക്കട്ടെ. അടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഡ്രില്ല് ചെയ്ത് വെച്ചിട്ട് ശരിക്കും ആ വുഡ് എടുക്കണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോ സാരല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ നിർത്തായിരുന്നു. ഓക്കെ സാറിന് നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടല്ലോ. ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. നമ്മളെ വെയിറ്റ് ചെയ്യാം. പോവാ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാ. അന്നയുടെ വീടിന്റെ ചുറ്റുപാടെല്ലാം കാടൊക്കെ ആയതുകൊണ്ട് ഇതാ അവിടെ ഒരു വള്ളം കണ്ടോ? വള്ളം കയറ്റി വെച്ചേക്കുവാണ്. വള്ളത്തിന്റെ മുകളിൽ എവിടെ തട്ടുന്ന എന്തോ തട്ടുന്നൊന്നും അറിയാനൊക്കത്തില്ല. ഫുള്ള് സ്നോയി കൈ ഇങ്ങനെ നടക്കുന്നതിന് ഭയങ്കര പാടാണ്. കിവി ഓക്കെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കല്ലിങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. അപ്പൊ അതിന്റെ മുകളിൽ സ്നോ വീണിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അന്നെ അതിന്റെ മുകളിൽ കയറി കിടക്കുമായിരുന്നു. അപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ ഏവക്കുട്ടന് എന്തോ സംഭവം വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ പോവാണ്. അവിടെ ഒരു വള്ളം കയറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലെല്ലാം സ്നോ വീണിട്ടുണ്ട്. എന്നതെ കാടിനുള്ളില് ഒരു കിളിക്കൂടുണ്ട്. ഇതാ കണ്ടോ? ഹേവയ്ക്ക് അവര് ഗിഫ്റ്റ് കൊടുത്തതാണത്. അതേ വെച്ച് തള്ളി പോവാ. വാ, ഹേവക്കുട്ടൻ അന്നെ വെച്ച് തള്ളാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അന്ന ഇത് എണ്ണി നോക്കി കേട്ടോ. ഇത് നല്ല അടിപൊളി മരമായിരുന്നു. നമ്മളത് കട്ട് ചെയ്തെടുത്തത്. കാരണം ഇത് 28 വർഷം പഴക്കമുള്ള മരം എന്ന് കൗണ്ട് ചെയ്തപ്പോൾ മനസ്സിലായി. ഇത് കണ്ടില്ലേ? ഇത് വളരെ അടുത്തടുത്തുള്ള ലെയറാണ്. വളർന്ന് വലുതായിരുന്നെങ്കിൽ വീടുകളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രീ ആയിരുന്നു ഇത്. പക്ഷെ നമ്മൾ എന്തായാലും ഇത് കട്ട് ചെയ്തു. പക്ഷെ സാരമില്ല, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ ഏവയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. വിനോദാണെന്നുണ്ടെങ്കിൽ ഡ്രോണ് പറത്തിതാ. നമ്മുടെ ഡ്രോൺ അവിടെ ഉണ്ട് കേട്ടോ. കൊള്ളാവോ ഏവ? പഠിച്ചോ ഏവ? പഠിച്ചോ അത്? അന്നയുടെ വീടിന്റെ 2 സൈഡിലും ഒരു സ്നോയൊക്കെ മാറ്റി ഇങ്ങനെ നടക്കാനുള്ള പാത്തെല്ലാം റെഡിയാക്കി ഇട്ടേക്കുവാണ്. പിന്നെ ക്രിസ്മസ് ട്രീ അടിപൊളിയായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിൽ ആ സൂര്യൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. തണുക്കുന്നത്. പുതിയ കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. തഴ വെച്ചിങ്ങനെ നെയ്തെടുക്കുന്ന പോലത്തെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടിട്ടുണ്ട് അകത്ത്. വാവ്, സ്കൂളിൽ അന്ന ബിൽഡ് ചെയ്തയാ. അതായത് കണ്ടോ ഇതൊക്കെ എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ. പിന്നെതാ അന്നയുടെ അമ്മ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇത് മൂസ് മീറ്റ് ആണേ.
ഒരിക്കലും നമ്മൾ ഫ്രഷ് മീറ്റ് വാങ്ങിച്ച് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അകത്ത് കയറി ഇനി ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കണം. അപ്പം എന്താ ഞാൻ ഗ്ലോഗിയാണ് കുടിക്കുന്നത്. വിനോദ് കോഫി എടുത്തിട്ടുണ്ട്. ഏവക്കുട്ടന് ചോക്ലേറ്റ് മിൽക്കാണ്. അന്നമോളും അത് തന്നെയാണ് കുടിക്കുന്നത്. കഴിക്കാനായിട്ട് ഇതാ സിനമോൺ ബണ്ണും പിന്നെ ചോക്ലേറ്റും ആണ്. ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി ചോക്ലേറ്റ് ആയിരുന്നു. സൂപ്പറാണോ? പോവാ. അപ്പൊ അതെ നമ്മള് കോഫിയൊക്കെ കുടിച്ചു. എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് ആവശ്യത്തിന് കഴിച്ചു. ക്യാറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല വലിയ ക്യാറ്റാണേ. ഇത് നല്ല ചൂടായിട്ട് ഇങ്ങനെ വാമായിട്ടിരിക്കുക ഇവിടെ. അത് അന്നയുടെ കൂവപ്പോനേന് തന്നെയാ. കീറ്റോസ് പറ അന്നയോട്. ക്യാറ്റ് വന്ന് ഏവക്കുട്ടന്റെ അച്ഛയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അവൻ ഡ്രസ്സ് ഇട്ട് നമുക്ക് പോകാം. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ മുറിച്ചു. അന്നയും ഫാമിലിയായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് വീട്ടിൽ പോകണം. അപ്പൊ നമ്മള് പോവാണ് അന്നയുടെ വീട്ടിൽ നിന്ന്. ഏവക്കുട്ടനാണെന്നുണ്ടേ അന്നയുമായിട്ട് വരും. അവർ വലിയ വാനാണല്ലോ, അപ്പൊ അതിനകത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ വെച്ചുകൊണ്ട് വരും. നമുക്ക് നമ്മുടെ കാറിൽ അങ്ങ് പോവാം. കാട്ടിലും മരത്തിൽ നിന്നൊക്കെ ഇപ്പോഴും ഇങ്ങനെ സ്നോ വീണുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കാറ്റടിച്ചിട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പാണ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. സൂര്യപ്രകാശമൊക്കെ പോയി. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ നമുക്ക് കൊണ്ടുപോയി അങ്ങോട്ട് വെക്കാം. കാറ്റടിച്ച് മരത്തേന്ന് എല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ വെക്കാന്നാണ് നമ്മൾ കരുതുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ടേ. ഇപ്രാവശ്യം അതിന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടേ. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു മരം. കഴിഞ്ഞ പ്രാവശ്യത്തിന് ബ്രാഞ്ചസ് കുറവായിരുന്നു. ഇതിന് നല്ല ബ്രാഞ്ചസ് ഉണ്ട്. എന്തോ ഏവാ കണ്ട്. അപ്പം നമ്മള് ട്രീ വെക്കാനായിട്ട് ഉള്ള സ്റ്റാൻഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പഴയ വുഡുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇച്ചിരി മുറിഞ്ഞതും അതും ഇതൊക്കെ ആയതുള്ള. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ മതി. നല്ല വുഡ് എടുത്ത് നശിപ്പിക്കണ്ട. ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡ്. അത് തട്ടിക്കൂട്ട് സ്റ്റാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അന്ന് നമ്മള് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. മതി. വുഡെല്ലാം മുറിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതെ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്ന് നമ്മൾ ചെറിയൊരു വുഡ് കൊണ്ട് സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാക്കി. ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡ്. മറിഞ്ഞു പോവൊന്നും അറിയത്തില്ല. നല്ല കാറ്റാണ് ഇവിടെ. അപ്പൊ വെയിറ്റ് ആകുമ്പോ ഓക്കെ സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഡെക്കറേറ്റ് ചെയ്യണം നല്ല രീതിയിൽ അല്ലേ. വാദിക്കാണെന്നുണ്ടെ ഫുള്ള് സ്നേഹം ചവിട്ടി വെച്ച് തള്ളി നീക്കുവാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരുങ്ങിയിട്ടില്ല, ഒരുക്കണം. വാതിക്കലും നോക്കിയേ എന്നാ വലിയ ക്രിസ്മസ് ട്രീ ആന്ന് നോക്കിയേ അല്ലേ. സ്നോയും ഒക്കെ വീണു. ഇനി ഇതേല് സ്നോയൊക്കെ വീണു, അപ്പഴേ ആ ഒരു ഭംഗി വരത്തുള്ളൂ. മേലൊക്കെ കുടഞ്ഞിട്ട് അതൊട്ട് കയറി കേട്ടാ. ഇവിടെ എല്ലാം സ്നോയാണ്. വാതിക്കലാണെന്നുണ്ടെ നമ്മള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോ ഇവിടെ എല്ലാം നനയും അങ്ങ്. പിന്നെ ഹീറ്റർ ഉണ്ട്, ഫ്ലോർ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും. അങ്ങനെ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും സ്നോയിങ് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 5 മണി ആയതേ ഉള്ളൂ. നല്ല ഇരുട്ടായി. ഞാനാണ് പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലെ നമ്മൾ ഉണ്ടാക്കില്ലല്ലോ, ഒരെണ്ണം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏവക്കുട്ടുണ്ട് അത് കഴിക്കുമായിരുന്നു. അപ്പോഴാണിതാ നല്ല സ്നോയിങ് കണ്ടത്. ഈ മരം ഫുൾ ഇങ്ങനെ സ്നോ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഇനി ഇതും ആവും. കണ്ടില്ലേ, കുറച്ച് കഴിയുമ്പോൾ അല്ല രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ബൈ.